നമുക്ക് നമ്മുടെ നല്ലൊരു വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ പൂക്കളെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് നമ്മുടെ നല്ല നാടൻ ഡാലിയ ചെടി, നല്ല ഹെൽത്തിയായ പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇത് വാങ്ങാനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അങ്ങ് കാണാം അല്ലേ. ഇനി നമുക്ക് ആദ്യം കാണേണ്ടത് നമ്മുടെ ഇത്രയും ഭംഗിയുള്ള സുന്ദരി പൂക്കളെയാണ്. നോക്കിയേ എന്നാ ഭംഗിയെന്ന് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെയൊക്കെയാണ്. എല്ലാം കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ. എല്ലാം എന്താ പറയുക, ഒന്നിനൊന്നിന് മെച്ചം എന്നുള്ള പൂക്കളാണ്. അത്രയ്ക്ക് ഭംഗിയാണ്. അതുമാത്രമല്ല പ്ലാന്റ് ആയാലും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ, എല്ലാ കളറും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നോക്കി നല്ല വൈറ്റിൽ മഞ്ഞ ഷെയ്ഡ്, നല്ല പ്ലാന്റുമാണ് കേട്ടോ. അതാ പ്ലാന്റിൻ്റെയൊക്കെ സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ്. അതുപോലെ ഇത് നമ്മുടെ പ്യുവർ മഞ്ഞ. അതുപോലെ ഇതൊക്കെ നിറച്ച് മുട്ടുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ മുട്ടുകളുമുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കളറാണ് കേട്ടോ. നോക്കി ഒത്തിരി ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കുറേ ഷെയ്ഡായ പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു നാടൻ ഡാലിയ പ്ലാന്റ് പിടിപ്പിക്കാനുണ്ടല്ലോ, എല്ലാവർക്കും അറിയില്ലെങ്കിൽ, അതായത് ഈ ഒരു ചെടീൻ്റെ കട്ടിങ്സ് നമുക്ക് കുത്തി മാറ്റി പിടിപ്പിച്ച് പുതിയ ചെടി ആക്കി എടുക്കാവുന്നതാണ്. അതുകൂടാതെ ഈ ചെടീൻ്റെ ഉള്ളിൽ, അതായത് ചെടി കുറച്ചങ്ങ് മൂത്ത് കഴിയുമ്പം ഉള്ളിൽ നല്ല ബൾബ് വരും കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് ആ ബൾബിനെ എടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ നല്ല ഹെൽത്തിയായ നല്ല ഭംഗിയുള്ള നമ്മുടെ നാടൻ ഡാലിയ ചെടി വേണമെന്നുള്ളവരുണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാം നല്ല അടിപൊളി പൂക്കളാണ്. നമ്മുടെ ഈ ഡാലിയ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഒരു കോംബോ ആയിട്ട്, അതായത് 5 പ്ലാന്റിൻ്റെ കോംബോ ഉണ്ട്, 10 പ്ലാന്റിൻ്റെ കോംബോ ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഒരു കോംബോ ആയിട്ട് വാങ്ങുന്നവർക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റോസ് പ്ലാന്റും കൂടെ ഫ്രീ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് റോസ് പ്ലാന്റാണെന്ന് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന പ്ലാന്റ്സാണ് ഇത്. നമ്മുടെ വൈറ്റ് സ്നോ റോസ്. ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കൊഴിയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി പുതിയ മുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിലും പൂ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് തരും കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. അത് കോംബോ വാങ്ങുന്നവർക്ക് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുള്ളൂ. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. അപ്പം ഇതുണ്ടല്ലോ, നമ്മൾ നടുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നമ്മുടെ കയ്യിൽ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പം ആദ്യം നിങ്ങളൊന്ന് ഫ്രഷ് ആക്കാനായിട്ട് കുറച്ച് നനച്ച് കൊടുത്ത് കുറച്ച് നേരം പ്ലാന്റ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു വൈകുന്നേരം സമയങ്ങളിൽ വേണം നമ്മുടെ പ്ലാന്റ് നടാനായിട്ട്. അപ്പം മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് ഒന്ന് റൂട്ട് പിടിക്കുന്നിടം വരെ, അതായത് നിങ്ങളുടെ മണ്ണുമായിട്ട് ഈ ചെടി ഒന്ന് സെറ്റ് ആകുന്നിടം വരെ ഈ ഒരു പോട്ടി മിക്സറിൽ നട്ടു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല തണലത്ത് വെച്ച് വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മുടെ പ്ലാന്റ് നിങ്ങളുടെ അവിടുത്തെ മണ്ണുമായിട്ട് പിടിച്ച് സെറ്റായി എന്ന് കാണുമ്പോൾ വെയിലത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയാക്കി നമുക്ക് ചെടിയാക്കിയെടുക്കാം. നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നൊന്ന് സങ്കല്പിച്ച് നോക്കി, എന്ത് ഭംഗിയായിരിക്കും കാണാമെന്ന്. നമ്മൾ രാവിലെയൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഈ പൂക്കളെ എല്ലാം കൂടെ കാണുമ്പോഴേക്കും. പിന്നീടുണ്ടല്ലോ ഈ ചെടി വാങ്ങുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ പൂക്കൾ കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ തണ്ടുണ്ടല്ലോ ഇങ്ങനെ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ചെടിയിൽ ഇങ്ങനെ പൂക്കൾ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് വീണ്ടും പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് പുതിയ പൂക്കൾ വരുള്ളൂ. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഉണ്ടോ പൂക്കളുടെ ആ ഒരു വെയിറ്റ് കാരണം എല്ലാം താഴോട്ട് കുമ്പിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ഡാലിയ ചെടിക്ക്. നോക്കിയേ എന്നാ ഭംഗിയാന്ന് കാണാനായിട്ട്. ഇതുപോലത്തേക്ക് ഒരു ഡാലിയ ചെടി കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് ഉള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ നട്ടുവെച്ച നമ്മുടെ ഒരു ഡാലിയ ചെടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോയേ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ, അതായത് നമ്മളൊരു ചെടീനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചോട്ടിൽ നിന്നും ഒരു 2-3 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും പൊടിച്ചിട്ട് പുതിയൊരു ചെടി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാൻ അതിന് ശ്രമിക്കുന്നില്ല, ഞാനിതിൻ്റെ ബൾബ് എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പം നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നല്ലോണം നമ്മുടെ ചോടൊന്ന് നനച്ചു കൊടുക്കാവേ.
നമുക്ക് കുതിരട്ടെ കേട്ടോ, എന്നാൽ മാത്രമാണ് നമുക്ക് ആ മണ്ണൊന്ന് വിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഇതിൽ നിന്ന് പുതിയ പൊടിർപ്പായിട്ട് വരുത്തിയെടുക്കാനാണ് നമുക്കിഷ്ടമെങ്കിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നുണ്ടല്ലോ ഈ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുതിയ തൈയായിട്ട് പുതിയ തളിർപ്പുകൾ വന്ന് പൊട്ടി നല്ല ചെടിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് അടർത്തിയെടുക്കാം അല്ലേ. അയ്യോ, ഇതിലൊക്കെ നിറച്ച് ബൾബുണ്ട് കേട്ടോ, ഇത് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡാലിയ ചെടി, ഇപ്പം നമ്മൾ കാണിച്ച ഡാലിയ ചെടി എല്ലാം നല്ല നാടനാണ് കേട്ടോ. ഇതാ നോക്കിയേ, എന്തോരം ബൾബാന്ന് നോക്കി നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ, കണ്ടോ, കാണുന്നുണ്ടോ. ഇതിന് ഇതുപോലെ നമുക്കിങ്ങനെ അടർത്തിയെടുത്തിട്ട് നമുക്ക് മാറ്റി ഓരോ ബൾബായിട്ട് കുഴിച്ച് വെക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ ചെടികളാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ചെടിയിൽ ബൾബ് ഉണ്ടായി വരുന്നത്. ഓക്കേ.